ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്കും സബും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലത്തെ ചായക്ക് കടി നല്ലൊരു അടിപൊളി പുട്ടാണ് കേട്ടോ. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ഇതുപോലെ ആവി വെച്ചിട്ട് പുട്ടുണ്ടാക്കൂലേ നമ്മൾ, ഇഡലിപ്പാത്രത്തിലും അതുപോലെ തന്നെ തുണി ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ വെച്ചുണ്ടാക്കൂലേ, പൊടിപ്പുട്ട് എന്ന് പറയും കേട്ടോ ഞങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ, നമുക്ക് പൊടിപ്പുട്ടാണ്, കുറ്റിപ്പുട്ടല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ വേഗം വെച്ചിരിക്കണ്. പിന്നെ ഇതാ ചോറ് ആദ്യമൊന്ന് ഞാൻ ഗ്യാസ് ഇത് വെച്ചതാണ് കേട്ടോ. ചോറായിട്ടൊന്ന് തുറന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പിന്നെ ചോറ് ഒന്നുകൂടി വേഗം ഉണ്ടായിരുന്നു കേട്ടോ, വേവ് കുറവായി. അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ചിട്ട് വിസിലിടാതെ ഒന്നുകൂടി തിളപ്പിക്കുക കേട്ടോ. വിസിൽ ഇനി അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചാൽ ചിലപ്പോൾ വേഗം ഏറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസുമ്മ തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തത്. പിന്നെ ഇതാ നമ്മൾ ഉപ്പേരിക്ക് പിന്നെ പയറാണ് കേട്ടോ. അപ്പോൾ പയറൊക്കെ നല്ല ഇളയ പയറാട്ടോ, നല്ലൊരു ഇതുണ്ട്, പൊട്ടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് പൊട്ടി വരുന്നുണ്ട്. മൂപ്പ് ഏറിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ഇളയ തന്നെ. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി നമ്മളിതാട്ടോ മുറിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് വലിയ പീസാക്കുമല്ലോ, അങ്ങനെയൊക്കെ വെക്കും. ഇതിപ്പോൾ ഇന്ന് നമുക്ക് നാളികേരമൊക്കെ ഇട്ടിട്ടൊന്ന് നല്ല അടിപൊളി ഒരു ഉപ്പേരി വെക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ മോന് ഇങ്ങനെ അടുക്കളയിൽ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവന് എടുക്കാത്തത്. മദ്രസ വിട്ട് കഴിഞ്ഞാൽ വന്നാൽ ഡ്രസ്സ് ഷർട്ട് ഊരിയിടും കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ അവനെ വീഡിയോയിൽ കാണിച്ചതിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരുന്നു കേട്ടോ. നമുക്ക് കമൻറ്റ് ഇല്ലെങ്കിൽ ഒരു രസമല്ല കേട്ടോ. എന്താ വെച്ചാൽ ലൈക്ക് കുറഞ്ഞാലും ഇനി വ്യൂസ് കുറഞ്ഞാലും നമുക്ക് അത്ര സങ്കടമല്ല, പക്ഷേ കമൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. അപ്പോൾ എല്ലാവരും സംസാരം അതുപോലെ തന്നെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നല്ലൊരു അടുത്തറിയണ പോലെയാണ് നമ്മളൊക്കെ സംസാരം ഒക്കെ അല്ലേ. അപ്പോൾ അതില്ലെങ്കിലൊരു രസമല്ല കേട്ടോ വീഡിയോയ്ക്ക്. അപ്പോൾ ഞാൻ അവനോട് മാറി നിന്നു, ഇനി എൻ്റെ വീഡിയോയ്ക്ക് വരരുത്, ഷർട്ട് ഇടാതെ വരരുത് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ സമയം ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് യൂണിഫോം ഇടാൻ പോയിക്കണ്. പിന്നെ ഇതാട്ടോ നമ്മളെ അടിപൊളി പൊടിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ കാണുമ്പോൾ ഇതെന്താ സംഭവം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന കഥ അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കുറ്റിയിൽ ഉണ്ടാക്കുന്നതല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അവനോട്, ഞാനൊക്കെ പണ്ടത്തെ ചെറുപ്പത്തിൽ എൻ്റെ പ്രായത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ വല്യമ്മയൊക്കെ പുട്ട് അധികം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കേട്ടോ, ഇങ്ങനെ ഇഡലി പാത്രത്തിൽ അന്ന് അരിപ്പ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തുണി കെട്ടിയിട്ടാവും ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഒരു കാലമല്ലേ. അങ്ങനെയൊക്കെ കഴിക്കണ പുട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതങ്ങനെ ആവിന്ന് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിൽ ഇട്ട് തരും കേട്ടോ. ആ ആവി ചൂടോർക്കന്നെ ഇങ്ങോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് തരും വല്യമ്മ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അധികം ഇമ്മയും വല്യമ്മ തന്നെ കുക്കിങ്ങൊക്കെ ആയിട്ടോ. അന്നൊക്കെ നമ്മളൊന്നും വീട്ടിലത്തെ ഒരു ജോലി എടുത്തിരുന്നില്ല, നല്ല മടിച്ചായിരുന്നു. ഉള്ള സമയം ഇങ്ങനെ കറങ്ങി തിരിയിട്ടോ. പിന്നെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. അന്നൊക്കെ പൈപ്പും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളെ വീട്ടിൽ. പിന്നെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. വെള്ളത്തിന് പോകുമ്പോൾ പിന്നെ നല്ലൊരു പഠനം ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോവുക വെള്ളം കൊണ്ടുവരാൻ. കഥയും പറഞ്ഞ് മുട്ടായും വാങ്ങിച്ച് അങ്ങനെ നടന്ന് വെള്ളമൊക്കെ കൊണ്ടുവരും. അതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കുളിക്കാൻ പോകും കേട്ടോ. ഞങ്ങൾ കുളത്തേക്ക് കുളിക്കാൻ പോകുമ്പോഴും എൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും കേട്ടോ. എനിക്ക് അവിടെ ഒരു സെറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും വരാം, അത്രയും വലിയൊരു ഗ്രൂപ്പ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ കുട്ടിക്കാലത്ത്. പിന്നെ അങ്ങനെ വീട്ടിൽ ഇരിക്കൽ തന്നെ അല്ല കേട്ടോ അന്നൊന്നും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങില്ല അല്ലേ. അങ്ങനെ കുളിക്കാൻ പോകും. ചിലപ്പോൾ വല്ല മാങ്ങേ അതുപോലെ പേരയ്ക്കൊക്കെ കാണുമ്പോൾ അതൊക്കെ പറിച്ച് പുളി ഉണ്ടാവുമല്ലോ, ചെറിയ പുളിങ്ങ, അതൊക്കെ എറിഞ്ഞിട്ടും പറിച്ചിട്ടും ചീത്തയും കേൾക്കും കേട്ടോ. ആൾക്കാരെയൊക്കെ ഒന്ന് ചീത്തയും കേൾക്കും, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുമല്ലോ അന്നത്തെ കാലത്ത്. ഞാനൊക്കെ ഒരുപാട് അങ്ങനെ ഫുൾ ടൈം കളിച്ച് നടന്ന ഒരാളാട്ടോ. ഇപ്പോഴാണ് എനിക്ക് വീട്ടുജോലി എന്താണെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത്. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വല്യമ്മ, അമ്മായി, അതുപോലെ ഉമ്മ, അതുപോലെ തന്നെ താത്തമാരും അവരൊക്കെ വീട്ടുജോലികൾ ചെയ്യും. ഞാൻ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുട്ടികളെ പോലെ ആയിരുന്നു കേട്ടോ. 10ാം ക്ലാസ് വരെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെറിയ കുട്ടികളെ പോലെയാണ് വീട്ടിലിട്ടോ. ഒരു പണിയൊന്നും ചെയ്യില്ല, സമയത്തിന് ഫുഡ് ഇങ്ങനെ കഴിക്കും. ചിലപ്പോൾ അതും ഉണ്ടാവില്ല കേട്ടോ, ഫുഡൊന്നും അധികമൊന്നും കിട്ടില്ല. എന്താ വെച്ചാൽ അന്നൊക്കെ എല്ലാവരും പണിയെടുത്ത് നല്ല എന്താ പറയുക പ്രാരാബ്ധത്തോടു കൂടി ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു കേട്ടോ അന്നൊക്കെ. ഇപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കഴിക്കാനിട്ട് വേണ്ടേനല്ലേ. അതൊക്കെ ഒരു കാലം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ ആ ഒരു കാലം. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞിരിക്കുമ്പോഴത്തേനും നമ്മൾ ചോറും കറികളൊക്കെ ആയി
മോന് ഇനി സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ദിവസം ടിഫനിലാട്ടോ ഞാൻ കൊടുത്തയച്ചത്. അപ്പോൾ അവന് പറയും ടിഫനിൽ കഴിക്കാനൊരു സുഖമല്ല മറ്റേ ഇലയോ അല്ലെങ്കിൽ പൊതിയോ ഒന്ന് എടുത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊതി വാങ്ങിയത് ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മളെ കവർ പേപ്പർ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോയിട്ട് ഒരു ഇലയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടാപ്പ് പിന്നാലെ ഫോൺ കൊടുത്തിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇല വെട്ടാൻ പോകുമ്പോൾ ഫോൺ എടുത്തുങ്ങാണ്ടാട്ടോ പോയത്. അപ്പോൾ ഓൻ എന്തായാലും ഇല വെട്ടണത് ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ നല്ല കാര്യമൊക്കെ ചെയ്തു പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അവൻ തന്നെ കേട്ടോ എടുത്തു തന്നത്. അപ്പോൾ അതാ ഇലയൊക്കെ വെട്ടി പോകണം. അപ്പോൾ ആൾ ഇന്ന് നേരത്തെ റെഡി ആയിക്കണം കേട്ടോ. യൂണിഫോമൊക്കെ മാറ്റി ബാഗൊക്കെ സെറ്റ് ചെയ്ത് പ്ലേറ്റും വെള്ളാക്കലും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവൻ്റെ ഉപ്പേരി ഒന്ന് ആക്കി കൊടുത്താൽ മതി. കിഴങ്ങ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാ ഇലയൊക്കെ വെട്ടി ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മളെ കോട്ടേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അത് ആ ഭാഗം ഫുള്ള് അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആൾക്കാർക്കുള്ള ഫ്ലാറ്റ് മേലെയും അടിയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചേച്ചിൻ്റെ ഡയാനക്ക് 2 ദിവസമായിട്ട് എന്തോ വയറ് കമ്പനി എന്തോ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കൊരു ഉഷാറില്ല. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകി ഇതൊക്കെ ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മളിതാ പാത്രങ്ങളൊക്കെ ഇനി കുറേ കഴുകാണ്ട്. അപ്പം മോന് ഇതാട്ടോ വലിയ ആൾ ടിഫൻ കൊണ്ടുപോയത് തുറന്നിട്ട് തന്നെ അല്ല കേട്ടോ ഇന്നലെ കൊണ്ടുപോയത്. അത് തുറക്കുമ്പോൾ ഉണ്ടാകും ഒരു വാസന റബ്ബേ സഹിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എനിക്ക് ടിഫനിൽ ചോറാക്കി തരില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒലുമ്പി കൊടുന്നാൽ മതി. പക്ഷെ അതിനും പറ്റില്ല. ഞാൻ പറയാം പെൺകുട്ടികളാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചീത്ത പറയായിരുന്നു കേട്ടോ. അപ്പം ഉമ്മാക്ക് ഇവിടെ വേറെ പണിയൊന്നും എന്തെങ്കിലും ഒരു പണി ഉണ്ടായിക്കോട്ടെ കരുതിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഓനെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞയക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.